ഹലോ ഗൈസ് മച്ചാൻസ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കലക്കൻ നാടൻ കോഴിക്കറിയാണ്. ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇവൻ ചില്ലറക്കാരനൊന്നും അല്ല, ഇച്ചിരി പാടുപെട്ട് പിടിക്കാനായിട്ട്. ഇതിനെ നമ്മൾ ശരിയാക്കി എടുക്കും. ഓക്കെ മാൻ, ഇങ്ങനെ പേപ്പർ ഇട്ടൊന്ന് കരിച്ചിടുക, എന്നാലും ഇവര് ദേഹത്ത് ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. റെഡിയായി, കട്ട് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം നമുക്ക് ചെറുനാരങ്ങ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം വെച്ചാലേ ഈ നാടൻ കോഴിയാകുമ്പം ഒരു മണം ഉണ്ടാവും. ആ മണം ഒന്ന് മാറാനായിട്ട് മിക്സ് ചെയ്യട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട്. ഈ ചോരവെള്ളം ശരിക്കും നമ്മുടെ വീട്ടിൽ കറിവേപ്പുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ചോട്ടോട്ട് ഒഴിക്കുവാണെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരു 4-5 പ്രാവശ്യം കഴുകി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. 1 2 3 4. ആദ്യം ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിക്കാം. ഇത് കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി വെറുതെ സവോള, പച്ചമുളക് ഇടാം. കടയിൽ നിന്ന് മേടിച്ച പച്ചമുളകല്ല, നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ പച്ചമുളക്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവോള ഒന്ന് നന്നായിട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് വെന്ത് വരും. നമ്മുടെ സവോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാരണം ശരിക്കും സവോള വേകണം. അതുപോലെ വെന്തില്ലെങ്കിൽ കറി പെട്ടെന്ന് അഴുക്കായി പോവുക. നമ്മൾ ആദ്യം ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തായിരുന്നു, എന്നാലും അത് പോരാ കേട്ടോ. ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണം കണ്ടില്ലേ? സൂപ്പർ. ഇതൊന്ന് ശരിക്കും അതിൻ്റെ ആ പച്ചപ്പ് മാറുന്ന വരെ ഈ സവോള കിടന്നൊന്ന് വേകണം. അതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഉണ്ടെങ്കിൽ ചാറിനൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ തക്കാളിയുടെ അങ്ങ് വേഗം വരെയാണ്. ഈ തക്കാളി വെന്ത് പേസ്റ്റ് ആകുമ്പോൾ ബാക്കി സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് അതിൻ്റെ കൂടെ വെന്തുണ്ടാവും. ഇനി നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് അല്പം മുളക് പൊടി ഇടാം. മുളക് പൊടി, അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി മതി, കുറച്ച് ചിക്കനല്ലോ. അല്പം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി വളരെ അത്യാവശ്യമുള്ള സാധനമുണ്ട്. പൊടിക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി. കുരുമുളക് പൊടി നാടൻ കോഴിക്ക് കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ടേസ്റ്റ്. എല്ലാം മണം കിട്ടാനായിട്ട് ഒരല്പം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം മതി. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. പൊടി പച്ചയായതുകൊണ്ട് പൊടി ഒന്ന് വെന്ത് കിട്ടണം. ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. മിക്സ് ആവട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസുകൾ വെള്ളം അധികം ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടില്ല. ഇത് ശരിക്കും ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ചിക്കനകത്ത് തന്നെയുള്ള കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് ഇറങ്ങി ഒന്ന് സെറ്റാകുന്നവരെ ഇതുപോലെ ഈ മസാല ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിപ്പിച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. നമുക്ക് ഈ സാധനം ഒന്ന് മൂടി വയ്ക്കാം. ലൈറ്റായിട്ട് അതിലെ വെള്ളം ഒന്ന് ഇറങ്ങുന്നവരെ ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ ചിക്കനിലെ കുറച്ച് വെള്ളമൊക്കെ ഇപ്പോൾ ഈ മസാലയോടുകൂടി മിക്സ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വേവട്ടെ. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം
ഇറക്കിയിട്ട് കൊടുത്തേക്കാം. വേണം അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി കുറവായിട്ടുള്ളൂ. നമ്മുടെ നാടൻ വേപ്പിലയൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മണം കൂടെ ആയി കഴിയുമ്പോൾ അങ്ങോട്ട് സംഗതി കുതിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇവിടെ കിടന്നങ്ങ് വേവട്ടെ. അപ്പോൾ ഇവന് നന്നായിട്ടൊന്ന് വേണം. നാടൻ കോഴിക്ക് നല്ല വേവുള്ളതാണ്. അപ്പോൾ ഇത് വെച്ച് അങ്ങ് അടച്ചു വെക്കാം. കുറച്ച് നേരം അടച്ചു വെച്ചും വേണം, കുറച്ച് നേരം തുറന്നു വെച്ചും വേണം. അപ്പോൾ വേഗം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തുറന്ന് നോക്കാം എന്തായി അവസ്ഥ എന്നുള്ളത്. ഓ ആഹാ, എന്താ സ്മെല്ല്! എന്താ മോനെ, ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വന്നിട്ടില്ല, കുറച്ചുകൂടെ വേണം. നാടൻ കോഴിയല്ലേ, ഇച്ചിരി മുറ്റ. ഒരല്പ നേരം അടച്ചു വെച്ചേ ഒന്ന് കഴിക്കാം. അമ്പട മുത്തേ, ഓഹോ പെശകായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവം, ആവശ്യത്തിന് ചാറും ഒക്കെ ആയിട്ടുണ്ട്. ഇവൻ്റെ ഒരു പീസ് അങ്ങനെ എടുത്ത് കഴിച്ച് നോക്കാം. ഒയ്യോ ഹോ എൻ്റെ മോനെ, നാടൻ കോഴി ചില ചാറും കൂടി എടുക്കാം. അങ്ങോട്ട് കാണിച്ച് നല്ല സൂപ്പറായിട്ട് തകർത്ത് നോക്കട്ടെ. ഇങ്ങനെ ഉണ്ടോ നോക്കട്ടെ അവൻ്റെ ടേസ്റ്റ്. ആദ്യം എൻ്റെ ചാറിൻ്റെ ടേസ്റ്റ് എങ്ങനെ നോക്കട്ടെ. എൻ്റെ മോനെ, അസാധ്യം ടേസ്റ്റ്. ഒരു കഷ്ണം കഴിച്ചു നോക്കാം. നാടൻ കോഴി എന്ന് വെച്ചാൽ നാടൻ കോഴിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീട്ടിൽ നിങ്ങൾ ഇതുപോലെ നാടൻ കോഴിയൊക്കെ നിൽപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ് നാടൻ കോഴിക്ക്. അപ്പോൾ ഞാൻ ഈ ചൂട് ചിക്കനും ചോറും കൂടെ അകത്താക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.